ഹലോ ഗായ്സ്, ഇന്നൊരു പുതിയൊരു ഡിഷുമായി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഞാൻ വരികയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഡിഷിന് വേണ്ട സാധനങ്ങൾ. പേര് പിന്നെ പറയാം. ഓക്കെ, അപ്പം പച്ചക്കറികളൊക്കെ ചെറുതായി അരിഞ്ഞു വെക്കണം. അതിനൊക്കെ ശേഷം നമ്മൾ ചൂടായ ഫ്രൈ പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഇങ്ങനെ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച ചിക്കൻ ഇട്ട് ഇളക്കി നന്നായി സെറ്റാക്കണം. ഓക്കെ, ദാണ്ടേ ചിക്കൻ നന്നായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ അങ്ങനെ അവിടെ കിടന്ന് പോകട്ടെ. ചെറുങ്ങനെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഓക്കെ, ഇതേ സമയം നമ്മൾ മുന്നേ തിളക്കാൻ വെച്ച വെള്ളമുണ്ടല്ലോ, അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന നൂഡിൽസ് അതിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ അല്ലേ? ഓക്കെ, ചിക്കൻ ഇവിടെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. ആ സമയത്തിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് ഇട്ട് കൊടുക്കണം. ഓക്കെ, നൂഡിൽസ് ഇങ്ങനെ സൈഡായി കൊണ്ടുവരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തേക്ക് കിടക്കാം. ഓക്കെ, കുരുമുളകും ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതങ്ങനെ ആ സൈഡിൽ നന്നായി ഇളക്കി മൂടി വെക്കണം. ഓക്കെ, അതവിടെ കിടക്കട്ടെ. നൂഡിൽസിൻ്റെ സ്ഥിതി എന്തായാലും നോക്കാം. ഓൾമോസ്റ്റ് ഇതങ്ങനെ വെള്ളം തിളച്ച് വരുന്നുള്ളൂ. അതങ്ങനെ അവിടെ ആ കെട്ടൊക്കെ അഴിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ കെട്ടൊക്കെ ഇങ്ങനെ അഴിഞ്ഞിങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മൾ ആ വേവിച്ച് വെച്ച ചിക്കനിലേക്ക് അല്പം ഉള്ളിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതവിടെ കിടന്ന് അങ്ങനെ ഒഴുകി കളിക്കുന്ന കാണുമ്പോൾ തന്നെ രസമാണ്. ഓക്കെ, നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് ചെറുതാക്കി മാറ്റി വെച്ചാൽ ആ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, വെജിറ്റബിൾസ് ഓവർ കുക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ചിക്കൻ ഓൾറെഡി കുക്കായിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? കളറുകളൊക്കെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും കേട്ടോ. ഇതൊന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് റെഡിയാക്കി മാറ്റി വെക്കുക. നമുക്ക് അല്പം നേരം അടച്ചു വെക്കാം. ഓക്കെ, ആദ്യം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം വേണം അടച്ചു വെക്കാൻ. ഉണ്ടോ, ആ ചിക്കനിൽ നമ്മൾ പ്രത്യേകിച്ച് മസാല ഒന്നും ചേർക്കാത്ത കാരണം നന്നായി ഒന്ന് സെറ്റായി വരട്ടെ. ഓക്കെ, അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. ഇപ്പോൾ ചിക്കൻ പ്രത്യേകിച്ച് മസാല ഒന്നും ഇല്ലാത്ത കാരണം അത് ഓവർ കളറൊന്നുമില്ല. ഓക്കെ, ഇത് തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി, ഇത് തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റും. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായി ക്യാബേജ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ലാസ്റ്റ് ആഡ് ചെയ്ത് മതി. അതിൽ പെട്ടെന്ന് തന്നെ വെന്ത് വരുന്ന സാധനമാണല്ലോ ക്യാബേജ്. ആ സമയം നമുക്ക് വെന്ത നൂഡിൽസ് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വെക്കണം. അതിനായി അരിപ്പിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നു. ശേഷം അല്പം പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലേ ആ പച്ചപ്പില്ലാതിരിക്കും. ഇത് സെറ്റായതിനു ശേഷം നമ്മൾ ഈ ആദ്യം സെറ്റാക്കി വെച്ച വെജിറ്റബിൾസിലേക്ക് ഈ നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കണം. വെജിറ്റബിൾ ഒന്നും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അല്പം സോയ സോസ് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കും. 2 ഫംഗ്ഷൻ റെഡിയായി. ഇനി ആ നൂഡിൽസ് ഇട്ട് ഇതിൽ ഇളക്കിയെടുക്കലാണ് ഒരു ടാസ്ക്. ഓക്കെ, നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചാൽ നമ്മുടെ നൂഡിൽസ് റെഡിയാവും. ഓക്കെ ഗൈസ്, അപ്പോൾ വീണ്ടും ഒരിടത്ത വെറൈറ്റി വീഡിയോയുമായി കാണുന്നവരെ സ്നേഹം, സന്തോഷം. എല്ലാവർക്കും നല്ല നമസ്കാരം. ഓക്കെ, എൻജോയ്. താങ്ക് യു.